നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി. നമ്മുടെ ഏറ്റവും വലിയ ആയുധവും നമ്മുടെ മനസ്സാണ്. നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരനും നമ്മുടെ മനസ്സാണ്. ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും നല്ല മരുന്നും മനസ്സാണ്. നമ്മളെപ്പോഴും അവഗണിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മനസ്സ്. നമുക്ക് നമ്മുടെ മനസ്സിനെ കാണാൻ കഴിയുന്നില്ല, മനസ്സിനെ അറിയാൻ കഴിയുന്നില്ല, എന്നാൽ മനസ്സിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എല്ലാം അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ആരംഭം മനസ്സിൽ നിന്നാണ്. അപ്പോൾ ആ മനസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിന് വേണ്ട കാര്യങ്ങൾ ഒരിക്കലും കൊടുക്കാറില്ല. മനസ്സിനെ സന്തോഷിപ്പിക്കണം. മനസ്സിനെ എങ്ങനെ സന്തോഷിപ്പിക്കുക? നല്ല ചിന്തകൾ വേണം. നല്ല ചിന്തകൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലത് കാണണം, കേൾക്കണം, പറയണം, പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്താലല്ലേ നമുക്ക് തന്നെ സന്തോഷം വരുള്ളൂ, നമ്മുടെ മനസ്സിനും സന്തോഷം വരുള്ളൂ. മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അപ്രകാരം ചെയ്യുന്തോറും നമ്മൾ കൂടുതൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനും ആയുധവും ശക്തിയും എല്ലാമായ മനസ്സിനെ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. വളരെയധികം ശ്രദ്ധ വേണ്ട ഒരാളാണ് മനസ്സ്. കാരണം ആ മനസ്സിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് എന്തും കീഴടക്കാൻ കഴിയും, എന്തും സഹിക്കാൻ കഴിയും. എല്ലാറ്റിനും ആ മനസ്സ് കൂടെ വേണം. അപ്പോൾ മനസ്സിനെ തളർത്തുന്ന ഒരു പ്രവൃത്തിയും ഒരിക്കലും ചെയ്യാതിരിക്കും. മനസ്സിന് കൂടുതൽ ശക്തി പകരുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും.